നിങ്ങൾ ഈ കേരളത്തിൻ്റെ ഏത് നഗരവീഥികളിലൂടെ കടന്നു പോവുകയാണെങ്കിലും ഏത് ഗ്രാമവീഥികളിലൂടെ കടന്നു പോവുകയാണെങ്കിലും ഇതുപോലെയുള്ള കടലോരങ്ങളിലൂടെ കായലോരങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും ഇവിടെ ഇപ്പോൾ നാട്ടിയതുപോലെയുള്ള പാർട്ടിയുടെ ചുവന്ന പതാക തുടർച്ചയായി ഇങ്ങനെ നാട്ടിയത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവിടെ എവിടെയോ പാർട്ടിയുടെ ഒരു സമ്മേളനം നടക്കാൻ പോവുകയാണ് എന്ന്. അപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ അവസാനിച്ചു. അത് കഴിഞ്ഞ് ലോക്കൽ സമ്മേളനങ്ങൾ, ഏരിയ സമ്മേളനങ്ങളും അവസാനിച്ചു. പാർട്ടി ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മലപ്പുറം ജില്ലാ സമ്മേളനം ഈ താനൂരിൽ വെച്ച് നടത്തപ്പെടുന്നത്. താനൂരിലെ ജില്ലാ സമ്മേളനം കഴിഞ്ഞാൽ പിന്നീട് മലപ്പുറം ജില്ലാ സമ്മേളനം കഴിഞ്ഞാൽ പിന്നീട് എല്ലാ ജില്ലകളുടെയും സമ്മേളനങ്ങളുണ്ട്. അത് കഴിഞ്ഞ് സംസ്ഥാന സമ്മേളനം, അത് കഴിഞ്ഞ് തമിഴ്നാട്ടിലെ മധുരയിൽ 24ാം പാർട്ടി കോൺഗ്രസോടുകൂടി പാർട്ടിയുടെ സമ്മേളനകാലം അവസാനിക്കും. അപ്പം ഇതൊരു ചെറിയ കുടുംബയോഗമാണ്. നമ്മുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ലോക്കൽ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലുമൊക്കെ നിങ്ങൾ പോയാൽ വലിയ ജനക്കൂട്ടമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. കഴിഞ്ഞ സമ്മേളനകാലം 23ാം പാർട്ടി കോൺഗ്രസിന്റെ സമയത്തും കേരളത്തിലെ പല സ്ഥലങ്ങളിലും സമ്മേളനങ്ങൾ പങ്കെടുത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇത്തവണ കണ്ടിട്ടുള്ള ഒരു വ്യത്യാസം, വലിയ ജനക്കൂട്ടം, കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ സമ്മേളനങ്ങളിൽ ജനക്കൂട്ടത്തെ കാണുകയാണ്. അതിന് സത്യത്തിൽ PV അൻവറിനോട് നമ്മളൊരു നന്ദി പറയേണ്ടതുണ്ട്. ഈ പാർട്ടി അങ്ങനെയാണ്, വെല്ലുവിളികൾ വരുമ്പോൾ അതിനെ ഏറ്റെടുക്കാൻ, ഇപ്പം പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കുഴിയിലേക്ക് കാല് നീട്ടി നിൽക്കുന്ന സഖാക്കൾ പോലും വടി കുത്തിപ്പിടിച്ച് കൊടി പൊക്കിപ്പിടിച്ച് ആരടാ ഞങ്ങളുടെ പാർട്ടിയെ വെല്ലുവിളിക്കുന്നത് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് സമ്മേളനങ്ങളിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ സദസ്സിൽ ഒരുപക്ഷെ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള പാർട്ടി പ്രവർത്തകരുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയിൽ വളരെ കുറഞ്ഞ കാലത്തെ പ്രവർത്തന പരിചയമാണുള്ളത്, 14 വർഷത്തെ. 2014 ഞാൻ ഈ പാർട്ടിയിൽ വന്നിട്ടുള്ളത്. ഞാൻ ഏത് പാർട്ടിയിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് എൻ്റെ വേഷം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഞാൻ ഇന്ന് ഈ ഏരിയ സമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനങ്ങളുമൊക്കെ കാണുമ്പോൾ, അതിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഞാൻ ആദ്യമായി പങ്കെടുത്ത ബ്രാഞ്ച് സമ്മേളനമാണ്. എൻ്റെ നാട് കൊടിയത്തൂര്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോൺഗ്രസിൽ നിന്നാണ് വന്നതെന്ന്. കോൺഗ്രസിൽ നിന്ന് ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നപ്പോൾ പാർട്ടി എന്നെ അംഗമാക്കിയില്ല. അവരെന്നെ അനുഭാവി സഖാക്കളിൽ ഉൾപ്പെടുത്തി. അത് കഴിഞ്ഞ് കാൻഡിഡേറ്റ് മെമ്പറാക്കി. പാർട്ടി പറഞ്ഞത് നിങ്ങൾ വരുന്നത് കോൺഗ്രസിൽ നിന്നാണ്, അതിൻ്റെ ചില ദുശീലങ്ങളൊക്കെ നിങ്ങളിലുണ്ടാവും, അത് ഈ പാർട്ടിയിൽ പറ്റില്ല, അതുകൊണ്ട് ആ ദുശീലങ്ങളൊക്കെ മാറ്റിയേ പറ്റൂ. ഈ പാർട്ടിയിൽ പ്രവർത്തിക്കണം എന്നുള്ളത് കൊണ്ട് എൻ്റെ എല്ലാ ദുശീലങ്ങളോടും വിടവാങ്ങി ഞാൻ ഈ പാർട്ടിയിൽ അംഗമായി. ആദ്യത്തെ ബ്രാഞ്ച് സമ്മേളനം എൻ്റെ നാട് കൊടിയത്തൂരങ്ങാടി. പാർട്ടി അനുഭാവികളും പാർട്ടി സഖാക്കളും ഞങ്ങൾ നാട്ടിലെ അങ്ങാടിയിൽ ചെറിയ പ്രകടനം നടത്തി, പതാക ഉയർത്തി, രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. എന്നിട്ട് ബ്രാഞ്ച് സമ്മേളനം നടത്തുന്നതിന് വേണ്ടി പാർട്ടി ഓഫീസിലേക്ക് കയറി. ബ്രാഞ്ച് സമ്മേളനമാണ്, പാർട്ടി ഓഫീസിൽ വെച്ച് നടക്കാവുന്നതേ ഉള്ളൂ. സമ്മേളന പരിപാടികൾ ആരംഭിച്ചു. സ്വാഗതം പറഞ്ഞു, അധ്യക്ഷനെ വിളിച്ചു. അധ്യക്ഷൻ അജണ്ട വായിച്ചു. അജണ്ടയിലെ ഒന്നാമത്തെ ഇനം രക്തസാക്ഷി പ്രമേയമാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ, ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി, ഈ പാർട്ടിക്ക് വേണ്ടി പോരടിച്ചു മരിച്ച ധീര രക്തസാക്ഷികളുടെ ജലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട്, അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് രക്തസാക്ഷി പ്രമേയം അവസാനിച്ചു. അടുത്തത് അനുശോചന പ്രമേയമാണ്. അനുശോചന പ്രമേയം വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായി.
ഞാൻ ഇരിക്കുന്നത് CPM സമ്മേളനത്തിൽ തന്നെയല്ലേ എന്നൊരു സംശയം എൻ്റെ മനസ്സിൽ വന്നു. മറ്റൊന്നുകൊണ്ടുമല്ല, പോയ ഒരു സമ്മേളന കാലഘട്ടത്തിൽ 3 വർഷത്തിനിടയിൽ മരിച്ചുപോയ പാർട്ടി സഖാക്കളുടെ പേര് മാത്രമല്ല, രാഷ്ട്രീയ എതിരാളികളുടെ, കോൺഗ്രസിന്റെ, ലീഗിന്റെ, കേരള കോൺഗ്രസിന്റെ ഒക്കെ 3 വർഷക്കാലത്തിനിടയിൽ മരിച്ചുപോയ സകല നേതാക്കളുടെയും പേരവിടെ വായിക്കുന്നു. മുസ്ലിം ലീഗിന്റെ നേതാവ് ബഹുമാന്യനായ പാണക്കാട് തങ്ങളുടെ പേരടക്കം വായിക്കുമ്പോൾ കേരളത്തിലെ 38,000 ബ്രാഞ്ചുകളിലെ 10,000-കണക്കിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ എണീറ്റ് നിന്ന് ബഹുമാനിക്കുന്നു എന്ന് കണ്ടപ്പോ ഈ പാർട്ടിയുടെ രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ച് എനിക്ക് വലിയ ബഹുമാനം തോന്നി. അങ്ങനെ അനുശോചന പ്രമേയം അവസാനിച്ചു. അത് കഴിഞ്ഞ് ഉദ്ഘാടനത്തിന് വേണ്ടി വന്നിട്ടുള്ള ഏരിയ പ്രതിനിധിയുണ്ട്. അദ്ദേഹം ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചു. പക്ഷെ അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് അമേരിക്കനാണ്. എനിക്കതിൽ പ്രത്യേകിച്ച് അത്ഭുതം തോന്നിയില്ല. കാരണം ഞാൻ മുമ്പ് കോൺഗ്രസ് ആയിരിക്കുന്ന കാലത്ത് CPM പൊതുയോഗം കേൾക്കാൻ പോകുമ്പോൾ പാർട്ടിയുടെ നേതാക്കൾ പ്രസംഗം തുടങ്ങിയ അമേരിക്കനാണ്. അമേരിക്കയിൽ നിന്ന് തുടങ്ങി യൂറോപ്പിലൂടെ വന്ന്, മധ്യപൗരസ്ത്യ ദേശത്തൂടെ വന്ന്, റഷ്യയിലൂടെ വന്ന്, ചൈനയിലൂടെ വന്ന്, ഇന്ത്യയിൽ വന്ന്, കേരളത്തിൽ വന്ന്, അങ്ങനെയാണ് പ്രസംഗിക്കുക. അപ്പൊ ഞങ്ങൾ തമാശയായിട്ട് പറയും, സഖാവ് കേരളത്തിൽ എത്തട്ടെ, എന്നിട്ട് നമുക്ക് പ്രസംഗം കേൾക്കാം എന്നൊക്കെ പറയും. അതുകൊണ്ട് ഉദ്ഘാടനത്തിന് വന്ന സഖാവ് അമേരിക്കയിൽ നിന്ന് പ്രസംഗം തുടങ്ങിയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. പക്ഷെ എൻ്റെ മനസ്സിൽ ഒരു സംശയം ഉണ്ടായി. എന്താണ് ആ സംശയം? എന്തിനായിരിക്കും ഈ ബ്രാഞ്ച് സമ്മേളനത്തിലടക്കം അന്തർദേശീയ രാഷ്ട്രീയ കാര്യങ്ങൾ ഈ പാർട്ടിയുടെ പരിപാടികളിൽ പറയുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ എനിക്ക് ഇത്തിരി സമയം വേണ്ടി വന്നു. ഇപ്പൊ നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ അറബിക്കടലിന്റെ ഓരത്ത് താനൂരിന്റെ കടപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇടയ്ക്കൊരു മഴ വന്നിരുന്നു അപ്രതീക്ഷിതമായി. ഇന്ന് മഴ പെയ്യില്ലെന്ന വിശ്വാസത്തിൽ തെളിഞ്ഞ നീലാകാശത്തിന് ചൂട്ടിൽ അറബിക്കടലിന്റെ കാറ്റും കൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഈ ചെറിയ കുടുംബയോഗത്തിൽ. ഈ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പോകും. നമ്മുടെ കുട്ടികൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്, നമ്മുടെ അച്ഛനമ്മമാര്, ബാപ്പയും ഉമ്മയും ഒക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. തിരിച്ചു പോകാൻ നമുക്കൊരു വീടുണ്ട്. പക്ഷെ നിങ്ങൾ അറിയണം, ഈ നീലാകാശത്തിന് ചുവട്ടിൽ ഏത് നിമിഷവും ഇരമ്പിയാർത്തു വരുന്ന ബോംബർ വിമാനങ്ങൾ വർഷിക്കുന്ന ബോംബിൽ തന്റെ വിരൽ തുമ്പിൽ തൂങ്ങി നിൽക്കുന്ന കുട്ടി ചിന്നിച്ചിതറി കഷ്ണങ്ങളായി മരിക്കുന്നത് കാണേണ്ടി വരുന്ന അധഭാഗ്യരായ മനുഷ്യർ. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ താൻ ഇങ്ങോട്ട് പോരുമ്പോ ആ വീട്ടിലുണ്ടായിരുന്നവർ അവിടെ അവശേഷിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്നവർ, തന്റെ പ്രിയപ്പെട്ടവരെല്ലാവരെയും മരിച്ച രൂപത്തിൽ കാണേണ്ടി വരുമെന്ന് കരുതേണ്ടി വരുന്നവർ, തിരിച്ചു പോകാൻ ഒരു വീടില്ല എന്ന് സത്യം തിരിച്ചറിയേണ്ടി വരുന്നവർ, അങ്ങനെ ഒരു ജനത ഈ ലോകത്തുണ്ട്. അവരുടെ പേരാണ് ഫലസ്തീനികൾ. ആ ഫലസ്തീനികൾക്ക് അനുകൂലമായി കേരളത്തിന്റെ തെരുവീതികളിൽ, റോഡുകളിൽ, ഇതുപോലെയുള്ള ചെറിയ കോർണർ യോഗങ്ങളിലെല്ലാം CPIM ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പൊതുയോഗങ്ങൾ നടത്തുമ്പോൾ, നമ്മൾ പ്രകടനങ്ങൾ നടത്തുമ്പോൾ നമ്മളെ കളിയാക്കി വിമർശിച്ചുകൊണ്ട് പലരും പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ പറയുന്നത് CPM ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്, മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഫലസ്തീൻ ഐക്യദാർഢ്യം നടത്തുന്നത് എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ പറയുന്നവരോട് നമുക്കൊന്നേ പറയാനുള്ളൂ. നമ്മുടെ പാർട്ടിയുടെ പേര് CPIM എന്നാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. നമ്മുടെ മുന്നണിയിൽ മറ്റൊരു പാർട്ടിയുണ്ട്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിന്റെ പേര് CPI എന്നാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ലോകത്ത് മറ്റൊരു CPI ഉണ്ട്. ആ CPIയുടെ പൂർണ്ണരൂപം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇസ്രായേൽ എന്നാണ്, ഇസ്രായേലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 98% ജൂതന്മാരാണ്. പക്ഷെ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഫലസ്തീന്റെ കാര്യത്തിൽ ഒറ്റ നയമാണ്, അത് ഫലസ്തീന് അനുകൂലമായ നയമാണ്. നിങ്ങൾ നോക്ക്, ഇപ്പൊ ഫലസ്തീനെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി ലോക കോടതിയിൽ പരാതി കൊടുത്തിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്കയിൽ 72% ക്രിസ്ത്യാനികളാണ്. ആ ദക്ഷിണാഫ്രിക്കയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അമേരിക്കയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, യൂറോപ്പിലെ, മധ്യപൗരസ്ത്യ ദേശത്തെ, ലോകത്തുള്ള സകല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഫലസ്തീന്റെ കാര്യത്തിൽ ഒറ്റ നയമാണ്. അത് ഇസ്രായേലിനെതിരാണ്, അത് ഫലസ്തീൻ അനുകൂലമാണ്, അത് മനുഷ്യാവകാശത്തിന് വേണ്ടിയുള്ളതാണ്. അതാണ് നമ്മുടെ നയം. ഇപ്പോ
ഈ അടുത്ത് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും ഒരു വാർത്ത. ഒരുപക്ഷെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് സാധ്യതയുണ്ട്. എന്താ കാരണം? ഉക്രൈനെതിരെ റഷ്യ ആണവായുധം പ്രയോഗിച്ചേക്കാം. കാരണം റഷ്യ ഒരു ആണവായുധ ശക്തിയാണ്. അപ്പോ അതുകൊണ്ട് ഒരു മൂന്നാം ലോക മഹായുദ്ധം വന്നേക്കും എന്ന് ലോകത്തൊരു ഭയപ്പാടുണ്ട്. സത്യത്തിൽ ഒരു സുപ്രഭാതത്തിൽ റഷ്യ ഉക്രൈനെ ആക്രമിക്കുകയായിരുന്നു. നമ്മൾ ആരുടെ കൂടിയാ? നമ്മൾ റഷ്യയുടെ കൂടിയാണ്. പഴയ കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് റഷ്യ ഇന്ന് നിലവിലില്ല. അത് ഛിന്ന ഭിന്നമായി പോയി. അവശേഷിക്കുന്ന റഷ്യയിൽ അത് കമ്മ്യൂണിസ്റ്റ് ഭരണവുമില്ല. പക്ഷെ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ അവിടെയുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഉക്രൈന്റെ കൂടെ നിന്നത്? അമേരിക്കൻ സാമ്രാജ്യത്വവും യൂറോപ്യൻ യൂണിയനും റഷ്യ ആക്രമിക്കുന്നതിന് വേണ്ടി ആയുധം ഒരുക്കി വെച്ചിരിക്കുന്നത് ഉക്രൈനിലാണ്. അതുകൊണ്ടാണ് റഷ്യ ഒരു സുപ്രഭാതത്തിൽ ഉക്രൈനെ കടന്നാക്രമിച്ചത്. ഞാൻ ഈ താനൂര് കടപ്പുറത്ത് വന്ന് അമേരിക്കൻ സാമ്രാജ്യത്വവും യൂറോപ്യൻ യൂണിയനും ഒക്കെ പറയുമ്പോൾ നിങ്ങളും ഇങ്ങനെ ആലോചിക്കും, ഇയാളും ഇവിടെ വന്നിട്ട് ഈ അമേരിക്കൻ സാമ്രാജ്യത്വവും യൂറോപ്യൻ യൂണിയനും പറയാനാണോ ഇവിടെ വന്നിട്ടുള്ളത്? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. എന്റെ ഭാര്യ വലിയ രാഷ്ട്രീയക്കാരിയൊന്നുമില്ല. എന്റെ കൂടെ വരുമ്പോൾ ഇങ്ങനെയുള്ള പൊതുയോഗങ്ങളൊക്കെ കേൾക്കുമ്പോഴില്ല. ഈ അമേരിക്കയും ഉക്രൈനും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ അമേരിക്കൻ സ്ഥാനപതി ഫാബിയാനോടൊപ്പം കൈരളി ചാനലിൽ ചർച്ചയ്ക്ക് പോയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാറൊക്കെ ഉണ്ട്. ഇപ്പൊ എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനായി റഷ്യയുടെ കൂടെ നിൽക്കുന്നത്? റഷ്യ തോന്നിയാസല്ലേ ചെയ്തത്? ഒരു സുപ്രഭാതത്തിൽ കയറി ഉക്രൈനെ അങ്ങോട്ട് കടന്നാക്രമിച്ചു. എന്നിട്ട് നിങ്ങൾ ഈ റഷ്യയുടെ കൂടെ നിൽക്കുന്നത് എന്തിനാണ്? അപ്പൊ ഞാനും അവളോട് ഈ പറയുന്നത് പോലെ പറഞ്ഞു, അമേരിക്കൻ സാമ്രാജ്യത്വവും യൂറോപ്യൻ യൂണിയനും. അവള് പറഞ്ഞു, ഇനി പറയണ്ട, ഇനി നിങ്ങൾ അത് പറഞ്ഞാൽ രാവിലത്തെ ചായ എന്റെ കയ്യിൽ നിന്ന് കിട്ടൂല. അമേരിക്കൻ സാമ്രാജ്യത്വവും യൂറോപ്യൻ യൂണിയനും ഒക്കെ പറഞ്ഞു. ഞാനിങ്ങനെ ആലോചിച്ച് എന്താ അപ്പൊ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു മാർഗം. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ ഞാൻ തലയിണയുടെ ചൂട്ടിൽ ഒരു വെട്ടുകത്തി എടുത്ത് വെച്ചു. ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് ഓഫ് ആക്കി, ഭാര്യ ലൈറ്റ് ഇട്ടു. ഞാൻ ലൈറ്റ് ഓഫ് ആക്കി, ഭാര്യ ലൈറ്റ് ഇട്ടു. ഇതിങ്ങനെ തുടർന്നപ്പോ ഞാൻ ഭാര്യയോട് ചോദിച്ചല്ല ഉറങ്ങണ്ടേ? അപ്പൊ അവള് പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ കാരണം? നിങ്ങളുടെ തലയിണയുടെ ചുവട്ടിലുള്ള വെട്ടുകത്തി ഉണ്ടല്ലോ, അതാണ് പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു, അതാണ് ഉക്രൈൻ. റഷ്യക്ക് ഉറങ്ങണമെങ്കിൽ ആ വെട്ടുകത്തി എടുത്ത് മാറ്റണം. അപ്പൊ മനസ്സിലായോ റഷ്യ എന്തിനാണ് ഉക്രൈനെ ആക്രമിച്ചത്? ഞാനിത് പറയുന്നത് അന്തർദേശീയ രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മൾ എന്തിനു സംസാരിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ്. ഇല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്ക്, ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ നാട്ടിൽ വർഗീയ സ്വഭാവം ഉണ്ടാക്കുക, വർഗീയമായി മതപരമായി വേർതിരിവുണ്ടാക്കുക. ഈ നാട് ഏതാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കേരളം ഏതാണ്? ഇന്ത്യ ഏതാണ്? ഈ നാടിന്റെ നമ്മളൊക്കെ, ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നതിൽ മഹാഭൂരിപക്ഷവും ഞാൻ മനസ്സിലാക്കുന്ന മുസ്ലിങ്ങളാണ്. ഇല്ലേ? നമ്മുടെ ഈ ഒരു 4-5 തലമുറയുടെ പിറകിലേക്ക് അങ്ങോട്ട് പോയാൽ അതൊരു ഹിന്ദുവിൽ ചെന്ന് അവസാനിക്കും. കാരണം എന്താ? ഇവിടെ കുറെ മുസ്ലിങ്ങൾ ഇങ്ങോട്ട് വന്നതല്ല. അപ്പൊ നിങ്ങൾ നോക്ക്, ഈ കടലിന്റെ പേര്, ഈ കാറ്റടിച്ച് വരുന്ന കടലിന്റെ പേര് അറബിക്കടൽ എന്നാണ്. എങ്ങനെയാ കടലിന് അറബിക്കടൽ എന്ന പേര് വന്നത്? ഈ കടലിനക്കരെയാണ് അറബ് രാജ്യം. ഈ കടലിലൂടെയാണ് അറബികൾ ഈ നാട്ടിലേക്ക് കച്ചവടത്തിന് വന്നത്. നമ്മുടെ നാട്ടിൽ അറബികൾ കച്ചവടത്തിന് വന്നിട്ടുണ്ട്, ചൈനക്കാര് വന്നിട്ടുണ്ട്. അറബികൾ എന്താ കൊണ്ടുവന്നത്? അറബികൾ വരുന്നത് ഒരു പ്രത്യേക കാലാവസ്ഥയിലാണ്. നിങ്ങളൊക്കെ മത്സ്യത്തൊഴിലാളികളായിരിക്കും ഇവിടെ മഹാഭൂരിപക്ഷം. അതുകൊണ്ട് കാറ്റിന്റെ പ്രത്യേകതയൊന്നും ഞാൻ പറയണ്ടല്ലോ. അറബിക്കടലിന്റെ കാറ്റിനനുസരിച്ച് സഞ്ചരിക്കുന്നവരാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. അറബികൾ എങ്ങനെയാ വരിക? അവര് സെപ്റ്റംബറിന്റെ ആദ്യ വാരത്തിലാണ് വരിക. എന്താ കാരണം? അന്ന് അറബിക്കടലിന്റെ ഈ കടലിന്റെ കാറ്റ് പടിഞ്ഞാറ്റിൽ നിന്ന് കിഴക്കോട്ടാണ്. അവര് തിരിച്ചു പോകല് മെയ് മാസത്തിന്റെ അവസാനത്തിലാണ്. എന്ത് അങ്ങനെ? മെയ് മാസത്തിന്റെ അവസാനത്തിൽ കാറ്റ് അങ്ങോട്ടാണ്. പായ്ക്കപ്പലിന്റെ പായ് നിവൃത്തിയാൽ മതി, അങ്ങോട്ടെത്തും. പക്ഷെ കാലാവസ്ഥാ വ്യതിയാനം. ഇപ്പൊ നിങ്ങൾ നോക്കി, ഡിസംബറിൽ പെരുമഴ പെയ്ത കാല നമ്മുടെ നാട്ടിൽ ഇല്ലേ? പഴയ തലമുറ അത്ഭുതപ്പെടും. കാലാവസ്ഥ ഇങ്ങനെ മാറുകയാണ്. ന്യൂനപക്ഷ മർദ്ദമുണ്ടായിരുന്നു, കാലാവസ്ഥ മാറുകയാണ്. അന്നുകൊണ്ട് ഇതുപോലെ കാലാവസ്ഥ മാറ്റം. മെയ് മാസത്തിന്റെ അവസാനത്തിൽ ചിലപ്പോ കാറ്റ്, വലിയ കടൽ കാറ്റുണ്ടാവും. അത് അങ്ങോട്ടായിരിക്കില്ല, ചിലപ്പോ നേരത്തെ മഴ പെയ്യും. അതുകൊണ്ട് പായ്ക്കപ്പൽ നിവൃത്തിയാലും തിരിച്ചു പോകാൻ കഴിയില്ല. അറബികള് ഇവിടെ തന്നെ താമസിച്ചു, തിരിച്ചു പോകാനാവാതെ. അവർക്ക് അവരുടെ നാട്ടില് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, കുടുംബമുണ്ട്. അതിനൊക്കെ വിട്ട് ഇവിടെ താമസിച്ച് ചിലപ്പോ 1 കൊല്ലവും 2 കൊല്ലവും ഒക്കെ താമസിക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ താമസിക്കുമ്പോൾ അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് കോഴിക്കോടിന്റെ ഈ നാടൊക്കെ ഭരിച്ചിരുന്ന, ഈ നാടൊക്കെ സാമൂതിരി മഹാരാജാവിന്റെ നാടാ. ഇത് തിരിച്ചറിയാനുള്ള ബുദ്ധി സാമൂതിരി രാജാവിനുണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? കോഴിക്കോട് കടപ്പുറത്തെ ഹിന്ദു സ്ത്രീകളെ ഈ അറബികൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ഇല്ലേ?
ഇന്ന് മിശ്രവിവാഹമൊക്കെ ഉണ്ടാവുമ്പോൾ അതിനെ പലതും പറഞ്ഞ് ആക്ഷേപിക്കുന്ന പലരും ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ലവ് ജിഹാദ് എന്ന് പേര് വിളിക്കുന്നവരുണ്ട്, അല്ലേ? ഇങ്ങനെ പലതും പറയുന്നവരുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. പക്ഷേ നിങ്ങൾ നോക്ക്, ആ അറബികളെ കല്യാണം കഴിച്ചു, അവർക്ക് കുട്ടികളുണ്ടായി. നമ്മളതേമാതിരി 2 കണ്ണ്, 1 മൂക്ക്, 2 ചെവി, 1 വായ, ഒരു വ്യത്യാസമില്ല. അതങ്ങനെയല്ല ഉണ്ടാകുക. മനുഷ്യൻ തമ്മിൽ ഇണയേർന്നാൽ മനുഷ്യ കുട്ടികളുണ്ടാവും. ആനയും പിടിയാനയും കൊമ്പനാനയും തമ്മിൽ, അരിക്കൊമ്പനും പിടിയാനയും തമ്മിൽ ഇണയേർന്നാൽ ആനക്കുട്ടികളുണ്ടാവും. പട്ടിയും നായയും തമ്മിൽ ഇണയേർന്നാൽ പട്ടിക്കുട്ടികളുണ്ടാവും. പശുവും മൂരിയും തമ്മിൽ ഇണയേർന്നാൽ പശുക്കുട്ടികളുണ്ടാവും. മനുഷ്യനും തമ്മിൽ ഇണയേർന്നാൽ മനുഷ്യക്കുട്ടികളുണ്ടാവും. ഇല്ലേ? നിങ്ങൾ നോക്ക്, ഈ തീരദേശത്തിന്റെ സാമൂതിരിയൻ രാജാവിന്റെ തീരദേശത്ത് ഒരുപാട് ആളുകൾ ഈ അറബികളുമായി ബന്ധമുണ്ടായി, കുടുംബ ബന്ധമുണ്ടായി, മക്കളുണ്ടായവർ എത്ര പേര് പുതിയ പേരുകളിലൊക്കെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നു. വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ചൈനക്കാർ വന്നു ഈ കേരളത്തിലേക്ക് കച്ചവടത്തിന്. ചൈനക്കാർ കൊണ്ടുവന്ന ഒരു സാധനം നമ്മുടെ വീട്ടിനകത്തുണ്ട്. നിങ്ങൾക്ക് അതിന്റെ പേരറിയോ? നമ്മള് പപ്പടം കാച്ചുന്ന, മീൻ പൊരിക്കുന്ന ഒരു പാത്രമല്ലേ? എന്താ അതിന്റെ പേര്? എന്താണ് പേര്? ചീഞ്ചട്ടി. ചീനച്ചട്ടി എന്ന് നിങ്ങളൊന്ന് നന്നാക്കി പറഞ്ഞതാ. ചീഞ്ചട്ടി എന്നല്ല ഇവിടെ പറയാം. ആണ്, എനിക്കറിയാം, എന്റെ നാട്ടിലൊക്കെ ചീഞ്ചട്ടി എന്നാ പറയാം. അപ്പൊ ഞാൻ വേറൊരു നാട്ടിൽ നിന്ന് വന്നായതുകൊണ്ട് സഖാവ് ഒന്ന് നന്നാക്കി പറഞ്ഞു. ചീഞ്ചട്ടി. അതിന്റെ ശരിക്കുള്ള പേര് ചീനച്ചട്ടി. അത് ചൈനക്കാർ കൊണ്ടുവന്നതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് വന്നത്. മാങ്ങ ഉപ്പിലിടാറുണ്ടോ? നമ്മുടെ നാട്ടില് വീടുകളിലൊക്കെ മാങ്ങ ഉപ്പിലിടുന്ന ഭരണിന്റെ പേരെന്താ? ചീന ഭരണി, അല്ലേ? ചൈനക്കാർ കൊണ്ടുവന്നത്. നിങ്ങൾ കൊച്ചി കടപ്പുറത്ത് പോയി നോക്ക്, അവിടെ മീൻ പിടിക്കുന്നത് നിങ്ങളെ പോലെ കടലിൽ പോയിട്ടല്ല. അവിടെ ഒരു വലയുണ്ട് കൊച്ചി കായലിലൊക്കെ. രാവിലെ കടലിലേക്ക്, കായലിലേക്ക് വല താത്തും, വൈകുന്നേരം പൊക്കും, നല്ല മീൻ കിട്ടും. എന്താ അതിന്റെ പേര്? ചീന വല. ചൈനക്കാർ കൊണ്ടുവന്നതാ, ഇല്ലേ? അവര് കച്ചവടം ചെയ്തു പോയി. അറബികൾ എന്താ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നത്? കാരക്ക. ഇപ്പൊ കൊണ്ടുവരുന്ന സ്വർണം കയറ്റിയ കാരക്കല്ലോ. ഈ കാരക്കന്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ട് എന്ന് കേട്ടിട്ട് ഞങ്ങളെ നാട്ടിലെ കുറെ ആളുകൾ, ഏത് പാർട്ടിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാരക്ക വാങ്ങി കീറി നോക്കിയ ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ലേ? അറബികൾ ശരിക്കുള്ള കാരക്ക കൊണ്ടുവന്നു. അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവന്നു. എന്താ അവര് തിരിച്ചു കൊണ്ടുപോയത്? ഇഞ്ചിയുണ്ട്, കുരുമുളകുണ്ട്, വീട്ടിയുണ്ട്, തേക്കുണ്ട്, മഞ്ഞളുണ്ട്. അത് അപൂർവമായ സാധന. അങ്ങ് യൂറോപ്യൻ രാജ്യത്ത് 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായപ്പോ നാട്ടുമധ്യസ്ഥം പറഞ്ഞു തീർത്തത് എങ്ങനെയാണ്? 2 കപ്പൽ കുരുമുളക് കൊടുക്കാന്ന് പറഞ്ഞിട്ട്. അത്രയും വിലപിടിപ്പുള്ള കറുത്ത പൊന്ന് ഈ കേരളത്തിലുണ്ട്. അത് തേടിയിട്ട് അറബികൾ വന്നത്, അത് തേടിയിട്ടാ ചൈനക്കാർ വന്നത്. അവരൊക്കെ കൊണ്ടുവന്ന സാധനങ്ങൾ ഇവിടെ വെച്ചു, തിരിച്ച് ഈ നാട്ടിലെ സാധനങ്ങൾ കൊണ്ടുപോയി. ഇത് കേട്ടിട്ടാണ് പോർട്ടുഗീസുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നത്. പോർട്ടുഗീസുകാരനായ വാസ്കോ ഡ ഗാമ വന്നിറങ്ങിയത് കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ്. അദ്ദേഹം വന്നിറങ്ങിയത് ഒരു വൈകുന്നേരം. അപ്പൊ വൈകുന്നേരം നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ നമ്മൾ ചായ കൊടുക്കും. ചായക്ക് കടിയില്ലെങ്കിൽ ബേക്കറിയിലേക്ക് ഓടി, ഇല്ലേ? അന്ന് ബേക്കറി ഇല്ല. സാമൂതിരി രാജാവ് എന്ത് ചെയ്തു? ഈ വാസ്കോ ഡ ഗാമയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ചായ എടുത്തു വെച്ച് നേന്ത്രപ്പഴം, മൈസൂർ പഴം, പൂവമ്പഴം, ചക്കച്ചൊള ഒക്കെ എടുത്തു വെച്ചു. വാസ്കോ ഡ ഗാമ അങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുക. മൂപ്പർക്ക് ഇത് എങ്ങനെ കഴിക്കേണ്ടതെന്നാണ്. അപ്പൊ സാമൂതിരി രാജാവ് ഒരു മൈസൂർ പഴമൊക്കെ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ തിന്നുന്ന കാണിച്ചു കൊടുത്തു. കഷ്ടകാലത്തിന് വാസ്കോ ഡ ഗാമ എടുത്ത് ചക്കച്ചൊളയാ. ബാക്കി നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം, മനസ്സിലായി? പക്ഷെ പോർട്ടുഗീസുകാരും ബ്രിട്ടീഷുകാരും ഇവിടെ വന്നപ്പോൾ അവരിങ്ങനെ ആലോചിച്ചു, ഈ കുരുമുളകും ഇഞ്ചിയും ഒക്കെ ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ ഒന്നുകിൽ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണം. അപ്പൊ അവരാലോചിച്ചു, ഈ നാട് എന്നെ സ്വന്തമാക്കിയാലോ? അന്ന് കേരളമില്ല, തിരുവിതാംകൂർ വേറെ, തിരുകൊച്ചി വേറെ, മലബാർ വേറെ, വ്യത്യസ്തമായ നാട്ടുരാജാക്കന്മാർ. ഇവരനങ്ങിയാൽ യുദ്ധം ചെയ്യും, മൂക്ക് തോണ്ടിയാൽ യുദ്ധം ചെയ്യും. അങ്ങനെ ഇടക്കിടക്ക് യുദ്ധം ഉണ്ടാവും. ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? പോർട്ടുഗീസുകാർ എന്ത് ചെയ്തു? ഈ രാജാക്കന്മാരെ ഇങ്ങനെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചു. അവർക്ക് ആയുധം സപ്ലൈ ചെയ്യാൻ തുടങ്ങി. ആയുധ കച്ചവടം. ഇന്നും അമേരിക്ക ലോകത്ത് നിലനിൽക്കുന്ന എങ്ങനെയാണ്? ലോകത്താകെ നടക്കുന്ന യുദ്ധങ്ങൾക്ക് അമേരിക്ക ആയുധം കൊടുക്കുക. അവരുടെ സമ്പത്തിന്റെ 38% ആയുധ കച്ചവട. ഇതൊക്കെ ഈ നാട്ടിൽ നിങ്ങൾ തിരിച്ചറിയണ്ടേ? ഫലസ്തീനിലെ യുദ്ധം അവസാനിക്കില്ല, സിറിയയിലെ യുദ്ധം അവസാനിക്കില്ല, ലോകത്തെ ഒരു യുദ്ധങ്ങളും അവസാനിപ്പിക്കാൻ അമേരിക്ക തയ്യാറാവില്ല. എന്താ കാരണം? അമേരിക്ക ആയുധ കച്ചവടമാണ്. ആയുധ കച്ചവടം നിലനിൽക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ വന്ന ബ്രിട്ടീഷുകാരും പോർട്ടുഗീസുകാരും ആയുധ കച്ചവടം നടത്തുന്നവരായിരുന്നു. അവർ ഈ രാജാക്കന്മാർക്ക് ആയുധ കച്ചവടം നടത്തി, അവരെ തമ്മിലടിപ്പിച്ചു. പിന്നെ ഈ രാജാക്കന്മാർക്കെതിരെ അവർ തന്നെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. തിരുവനന്തപുരത്തെ രാജാവിനെ തോൽപ്പിച്ചു, കൊച്ചി മഹാരാജാവിനെ തോൽപ്പിച്ചു, കോഴിക്കോട് സാമൂതിരിയെ തോൽപ്പിച്ചു, വയനാട് മലമടക്കിലേക്ക് കയറി പഴശ്ശിയെ തോൽപ്പിച്ചു.
അങ്ങ് മൈസൂരിലേക്ക് കയറി ടിപ്പു സുൽത്താനെ തോൽപ്പിച്ചു, ഹൈദർ അലിയെ തോൽപ്പിച്ചു, ഡെക്കാൻ പീഠഭൂമിയിലേക്ക് കയറി ഛത്രപതി ശിവജിയെ തോൽപ്പിച്ചു, റാണി ചന്ദ്രബായിയെ തോൽപ്പിച്ചു, മുഗളന്മാരെ തോൽപ്പിച്ചു. ഇന്ത്യ ആകെ ബ്രിട്ടീഷുകാരുടെ കൈകളിലായി, നമ്മൾ അവരുടെ അടിമകളായി. ഒരുപാട് യുദ്ധങ്ങൾ നമ്മൾ ചെയ്തു, എല്ലാ യുദ്ധവും നമ്മൾ പരാജയപ്പെട്ടു. പക്ഷെ ഒരു യുദ്ധം നമ്മൾ ജയിച്ചു. ഏതാണ് ആ യുദ്ധം? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ആരൊക്കെയാണ്? അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ, റാണി ചന്ദ്രബായി, ഇന്ത്യൻ പട്ടാളത്തിലെ ശിപായിമാർ, എല്ലാ മതക്കാരും ഉൾപ്പെട്ട സമരം. ആ സമരം നമ്മൾ ജയിച്ചു. ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങൾ ഇന്ത്യക്കാരുടെ കൈകളിലായി. ഇന്ത്യക്കാരെന്ത് ചെയ്തു? അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായെ ഡൽഹിയുടെ ഭരണാധികാരം ഏൽപ്പിച്ചു. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. എന്താ മനസ്സിലായത്? ഇന്ത്യയിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും ഒരുമിച്ച് നിന്നാൽ നമ്മൾ പരാജയപ്പെടും. ആരായി? നമ്മൾ, ബ്രിട്ടീഷുകാർ. അവരിങ്ങനെ ആലോചിച്ചു, എന്ത് ആയുധം പ്രയോഗിക്കണം? സർവായുധ വിഭൂഷിതരവർ. എല്ലാ ആയുധങ്ങളും അവരുടെ കയ്യിലുണ്ട്. അവരുടെ ലോകത്ത് സൂര്യൻ അസ്തമിക്കില്ല. ഇപ്പൊ ഇതാ അറബിക്കടലിൽ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. നമ്മൾ ഇരിക്കുന്ന ഈ മണ്ണൊന്ന് കുഴിച്ചു നോക്ക്. കുഴിക്കാൻ വേണമെങ്കിൽ സാധനം ഞാൻ തരാം. ഞാൻ വരുന്ന തിരുവമ്പാടി മണ്ഡലത്തിൽ നിന്നാണ്. ഞങ്ങള് വയനാട്ടിലേക്ക് ചുരമില്ലാതെ തുരങ്കപാത ഉണ്ടാക്കുന്നുണ്ട്. കള്ളാടി, മേപ്പാടി, ആനിക്കാമ്പൊയിൽ തുരങ്കപാത. അത് തുറക്കാനുള്ള സാധനം കൊണ്ടുവന്ന് നിങ്ങൾ ഇവിടെ ഒന്ന് തുറന്നു നോക്ക്. തുറന്ന് അപ്പുറം പോയാൽ, ഭൂമിയുടെ അപ്പുറത്തെത്തിയാൽ രാജ്യം ഏതാണെന്നറിയോ? അമേരിക്ക. അമേരിക്കയിൽ ഇപ്പൊ സമയത്ര അറിയും? സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരിക. ഇവിടെ സൂര്യൻ അസ്തമിച്ച് അറബിക്കടലിൽ താന്നുകൊണ്ടിരിക്കുക. ഇന്ത്യയും അമേരിക്കയും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ, സർവായുധ വിഭൂഷിതർ. അവർ ആലോചിച്ചു, ഇന്ത്യക്കാരനെ, ഈ അവസാനത്തെ മുഗൾ ചക്രവർത്തിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യക്കാർ ഒരുമിച്ച് നിൽക്കുന്ന ഭരണകൂടത്തെ തോൽപ്പിക്കാൻ എന്തു ചെയ്യണം? അപ്പോഴാണ് അവരുടെ മനസ്സിലേക്ക് ഒരാശയം കടന്നു വന്നത്. നയാ പൈസയുടെ മുടക്കില്ല. വൈക്കോൽ കൂനിയിലേക്ക് തീപ്പെട്ടിക്കൊള്ളി ഒരതിയിടുന്നത് പോലെ ഒരതിയിട്ട് കൊടുത്താൽ മതി, സ്വയം ആളിക്കത്തി നശിയുള്ളും. എന്താണത്? ഇന്ത്യക്കാരനെ വിഭജിക്കുക, ഡിവൈഡ് ദെൻ റൂൾ. വിഭജിച്ച് ഭരിക്കുക. ഇന്ത്യയിൽ വളരെ എളുപ്പം. എന്താ കാരണം? ഇന്ത്യയിലെ നിരവധി മതങ്ങളുണ്ട്, ഇന്ത്യയിലെ നിരവധി ജാതികളുണ്ട്, ഉപജാതികളുണ്ട്. അവരെ ഭിന്നിപ്പിച്ച് ഭരിച്ചാൽ അവർ തമ്മിലടിച്ച് അവരങ്ങനെ മരിച്ചുകൊള്ളും. ഇല്ലേ? ബ്രിട്ടീഷുകാരൻ അന്ന് തുടങ്ങിയ തത്വശാസ്ത്രം, ആ തത്വശാസ്ത്രമാണ് വർത്തമാനകാല ഇന്ത്യയിൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയും BJPയും നടപ്പിലാക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇല്ലേ? ഈ ഇന്ത്യയിൽ നിങ്ങൾ നോക്ക്, കേരളം എത്ര സുന്ദരമാണ്. നിങ്ങൾ ഇവിടെ ജീവിക്കുന്നോണ്ടാ നിങ്ങൾക്ക് പലതും അറിയാത്തത്. നിങ്ങളൊന്ന് ഉത്തരേന്ത്യയിലേക്ക് പോയി നോക്ക്, ഈ കേരളത്തിന്റെ പുറത്തേക്കൊന്ന് പോയി നോക്ക്. അവിടെ ഹിന്ദു പാനി, ക്രിസ്ത്യൻ പാനി, മുസ്ലിം പാനി. ഹിന്ദുവിന് പ്രത്യേക കിണർ, മുസ്ലിമിന് പ്രത്യേക കിണർ, ക്രിസ്ത്യാനിക്ക് പ്രത്യേക കിണർ. ആ കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ പറ്റൂ. ഇതര മതസ്ഥന്റെ വീടുകളിൽ നിന്ന് വെള്ളം കോരാൻ പറ്റില്ല. അവനവന്റെ വായിലൂടെ ഇറങ്ങിപ്പോകുന്ന കുടിവെള്ളത്തിന് മതമുണ്ടോ? ജാതിയുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പണ്ട് ഈ കേരളത്തിലും അങ്ങനെയായിരുന്നു. താണ ജാതിക്കാരിൽ നിന്ന് ഉയർന്ന ജാതിക്കാരൻ വെള്ളം വാങ്ങി കുടിക്കില്ല. സ്കൂളിൽ നിങ്ങൾ ഒരു പക്ഷേ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ടാവും. ചണ്ടാല ഭിക്ഷുകി. ഒരു ഭിക്ഷു ഇങ്ങനെ നടന്നു വരിക, ദാഹിച്ചു പൊരിയാണ്, ചുട്ടുവയ്ക്കുന്ന വെയില്. അയാളിങ്ങനെ നടന്നു വരുമ്പോ ദാഹിച്ചിട്ട് ഒരു മാർഗമില്ല. ഒരു താണ ജാതിക്കാരി പെണ്ണ് കിണറിൽ നിന്ന് വെള്ളം മുക്ക. അവിടെ പോയി ചോദിച്ചില്ലേ, ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരിതാശുനി ഓമലേ തരുതെല്ലെന്നതു കേട്ടൊരാ മനോഹരി അമ്പരന്നോതിനാൾ. അല്ലലെന്തു കഥയിത്, അല്ലലാലങ്ങ് ജാതി മറന്നിതോ, നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ ചെല്ലയുമാര്യന്മാർ. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർനാഭൂവരണ്ടഹോ. ചണ്ടാല ഭിക്ഷുകി. നമ്മൾ സ്കൂളിൽ പഠിച്ച അങ്ങനെയാണ്. ഇവിടുന്ന് ഉത്തരേന്ത്യയിലേക്ക് നിങ്ങൾ പോയി നോക്ക്, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്. എന്നാൽ ഈ കേരളത്തിലേക്ക് നിങ്ങൾ നോക്ക്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന മണ്ണാണ് ഈ കേരളം. പക്ഷെ ഇവിടെ ചില വർഗീയ ശക്തികള് തലപൊക്കി തുടങ്ങുന്നുണ്ട്. മുസ്ലിം വർഗീയവാദികൾ ഒരു ഭാഗത്ത്, ഹിന്ദു വർഗീയവാദികൾ മറുഭാഗത്ത്. എന്തിന്? ക്രിസ്ത്യൻ വർഗീയവാദികളായ കാസ ഒരു ഭാഗത്ത്. ഇവരെല്ലാവരും അണിനിരക്കാൻ ഇല്ലേ? മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നമ്മൾ രാഷ്ട്രീയമായി നേരിടും. എന്നാൽ ആ മുസ്ലിം ലീഗിനെ ഇപ്പോ അവര് പോലും അറിയാതെ ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങാൻ പോവാണ്. SDPI എന്ന് പറയുന്ന മറ്റൊരു മുസ്ലിം തീവ്രവാദി സംഘടന നമ്മുടെ നാട്ടിലുണ്ട്. തീവ്രവാദം കൊണ്ട് ഈ നാട്ടിലെ മനുഷ്യരെ തോൽപ്പിക്കാനോ വിജയം നേടാനോ അല്ലെങ്കിൽ അധീശിതം നേടാനോ കഴിയോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഭരിച്ച ബ്രിട്ടീഷുകാരനോട് പൊരുതി ഗാന്ധിയുടെ നേതൃത്വത്തിൽ 1940 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോ
ദൗർഭാഗ്യകരമായ ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായി. എന്താണ് ആ സംഭവം? പാകിസ്ഥാൻ എന്ന് പറയുന്ന മതരാജ്യം ഉണ്ടായി. അന്നത്തെ ലീഗിന്റെ നേതാവ് മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന് വേണ്ടി വാദിച്ചു. അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ മൗദൂദി പാകിസ്ഥാന് വേണ്ടി വാദിച്ചു. അങ്ങനെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മതരാജ്യം, മുസ്ലിങ്ങൾക്ക് ഒരു രാജ്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ പാകിസ്ഥാൻ ഉണ്ടാക്കിയത്. മതത്തിന്റെ പേരിൽ രാജ്യം നിലനിൽക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ എങ്ങനെ രണ്ടായി? പാകിസ്ഥാൻ എങ്ങനെ രണ്ടായി? കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ഒറ്റ പാകിസ്ഥാനായിരുന്നു. 1971 ബംഗ്ലാദേശ് എന്ന രാജ്യം ഉണ്ടായി. എന്താ കാരണം? ഇപ്പൊ നരേന്ദ്രമോദി ഇന്ത്യയിലുള്ള ജനങ്ങളോട് പറയാണ്, ഇന്ത്യയിൽ ഒരു ഭാഷയാക്കാൻ പോവാണ്, ഒറ്റ ഭാഷ, അത് ഹിന്ദിയാണ്. ഹിന്ദിയാണ് ദേശീയ ഭാഷ, അതെല്ലാവരും അംഗീകരിക്കണം എന്ന നിയമം നരേന്ദ്രമോദി കൊണ്ടുവരുമ്പോ നമ്മൾ എതിർക്കുകയാണ്. എന്താ കാരണം? പാകിസ്ഥാനികൾ പറഞ്ഞത് ഉറുദു എന്ന ഭാഷ, എല്ലാവരും ഉറുദു ആയിരിക്കണം. കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ബംഗാളിൽ നിന്ന്, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന ബംഗാളികൾ, ആ ബംഗാൾ, പശ്ചിമ ബംഗാൾ, ആ ബംഗാളിൽ നിന്ന് വേർതിരിഞ്ഞു പോയതാ. അവരുടെ ഭാഷ ബംഗാളിയാണ്. അവരോട് ഉറുദു എന്നെ പഠിക്കണമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കൂ? അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ല. ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. മുജീബ് റഹ്മാന്റെ ഗവൺമെന്റ് വന്നു. അതിന് അംഗീകരിക്കാൻ പടിഞ്ഞാറൻ പാകിസ്ഥാൻ തയ്യാറായില്ല. ആ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് പട്ടാളക്കാർ വന്നു കിഴക്കൻ പാകിസ്ഥാനിൽ. എന്നിട്ടോ അവാമി ലീഗിന്റെ ആളുകളെ വെടിവെച്ചു കൊന്നു. ആരാ വെടിവെക്കുന്നത്? മുസ്ലിം. ആരാ വെടിയേറ്റ് മരിക്കുന്നത്? മുസ്ലിം. അവാമി ലീഗിന്റെ വീടുകളിലേക്ക് കയറി അവരെ കൂട്ടബലാത്സംഗം ചെയ്തു കൊന്നു. ആരാ കൊല്ലുന്നത്? മുസ്ലിങ്ങൾ. ആരാ കൊല്ലപ്പെടുന്നത്? മുസ്ലിങ്ങൾ. എന്തായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ റോള്? ഇപ്പൊ ഈ കടപ്പുറത്ത് വന്ന ലീഗ് ഏതാ, കോൺഗ്രസ് ഏതാ, BJP ഏതാന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞു വന്നത്, ആ പാകിസ്ഥാനിൽ, കിഴക്കൻ പാകിസ്ഥാൻ, പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വന്ന പട്ടാളക്കാർക്ക് അവിടെയുള്ള അവാമി ലീഗുകാരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ആ പട്ടാളക്കാരോടൊപ്പം അവരെ കൂട്ടക്കൊല നടത്താനും വീടുകൾ അഗ്നിക്കിരയാക്കാനും കൂടെ നിന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പൊ നമ്മുടെ നാട്ടിൽ അവർ പറയും, നിങ്ങൾ CPM, നിങ്ങൾ രാഷ്ട്രീയ സംഘടനത്തിൽ ഏർപ്പെടുന്നുണ്ട്, ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങളാരെങ്കിലും കൊന്നിട്ടുണ്ടോ? അവർ ഈ കേരളത്തിലെ മുസ്ലിങ്ങളിൽ 5% പോലും വരില്ല. പക്ഷെ അവർ കടന്നു കയറുകയാണ്. ആ കടന്നുകയറ്റത്തിന്റെ ഭാഗമായി മതരാജ്യം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ മതരാജ്യം സ്ഥാപിച്ച പാകിസ്ഥാന്റെ അനുഭവം ഞാൻ പറയുന്നു. അവിടെ പിന്നീട് ഇന്ത്യയുടെ സഹായത്തോടുകൂടി ബംഗ്ലാദേശ് ഉണ്ടായി. ആ ബംഗ്ലാദേശിൽ യുദ്ധ കുറ്റവാളികളെ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നപ്പോ ഒരുപാട് പേര് ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർമാരെ അടക്കം തൂക്കിക്കൊന്നു. ഇന്ത്യയല്ല, ആ മുസ്ലിം രാജ്യം. എന്താ കാരണം? മുസ്ലിങ്ങളെ അടക്കം കൂട്ടക്കൊല ചെയ്യുന്നതിലും അവരുടെ ഭവനഭേദനം നടത്തുന്നതിനും അവിടെ അഗ്നിക്കിരയാക്കുന്നതിനും നേതൃത്വം കൊടുത്തത് ജമാഅത്ത് ഇസ്ലാമിയാണ്. ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദമാണ് ഉന്നയിക്കുന്നത്. ആ മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കാൻ ഇന്ത്യയിലെ മതേതര വിശ്വാസികളെ അനുവദിക്കാൻ പാടില്ല. കാരണം ഇവിടെ ഹിന്ദുവായും മുസ്ലിമായും ക്രിസ്ത്യാനിയായും വേർതിരിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യത്തെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. പക്ഷേ ഹിന്ദുക്കൾ എല്ലാവരും വർഗീയവാദികളല്ല. അതിൽ കുറഞ്ഞ ശതമാനമാണ് വർഗീയവാദികൾ. അവരാണ് RSS. അവരാണ് ആയുധമെടുക്കുന്നത്. അതിനെതിരെ ഇങ്ങപ്പുറത്തെ SDPI ആണെന്ന് പറഞ്ഞ് ആയുധമെടുത്ത് സംഘടിച്ചാൽ അതിനെ തോൽപ്പിക്കാൻ കഴിയും. കാസ എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികൾ ആയുധമെടുത്ത് വന്നാൽ കാസ പക്ഷേ മുഖ്യമായി മുസ്ലിങ്ങൾക്കെതിരെയാണ്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഇങ്ങനെ തമ്മിലടിച്ച് തീരുക എന്നുള്ളല്ലാതെ എന്ത് കാര്യം? അപ്പൊ നമ്മുടെ നാട്ടിൽ മതേതരത്വം ഉണ്ടാകണം. പാകിസ്ഥാൻ എന്ന രാജ്യം നമുക്ക് അനുഭവം മതത്തിന്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ട രാജ്യമാണ്. ഇപ്പൊ ഇന്ത്യയുടെ അങ്ങേയറ്റത്ത് നമ്മുടെ തലയിലെ സിന്ദൂര പൊട്ടുപോലെ നേപ്പാൾ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ലോകത്തിലെ ഏക ഹിന്ദു രാജ്യമായിരുന്നു നേപ്പാൾ. പക്ഷെ ഇന്ന് നേപ്പാൾ ഭരിക്കുന്ന ആരാണ്? കമ്മ്യൂണിസ്റ്റുകാരാണ്. എന്താ കാരണം? അവിടെ മഹാഭൂരിപക്ഷവും ന്യൂനപക്ഷവും എന്നൊന്നും വ്യത്യാസമില്ല. എല്ലാവർക്കും തുല്യ അവകാശത്തോടെ ഭരിക്കാൻ കഴിയണം, ജീവിക്കാൻ കഴിയണം. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ വിവിധ പള്ളികളിൽ നിന്ന് ബാങ്ക് വിളികൾ ഉയർന്നു. ആ ബാങ്ക് വിളികൾ ഉയർന്നപ്പോ ഞാൻ എന്റെ പ്രസംഗം നിർത്തി. ഇല്ലേ, നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ പള്ളികളുണ്ട്, നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ മദ്രസകളുണ്ട്. പ്രത്യേകിച്ചും ഈ മലബാറിൽ ഈ പള്ളികളും മദ്രസകളും നമ്മുടെ നാട്ടിൽ എത്ര കാലം നിലനിൽക്കുന്ന ഞങ്ങൾ വിചാരിക്കുന്നത്? ഇപ്പൊ നരേന്ദ്രമോദി പറയുന്നു ഈ ഇന്ത്യയിലെ കേരളത്തിലെ അടക്കം മദ്രസകൾ അടച്ചുപൂട്ടും. ഇന്ത്യ മാത്രം ഭരിക്കുന്ന ഒരു നരേന്ദ്രമോദിയാണ് ഇപ്പൊ ഇത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ അറിയണം, അതിനെ തോൽപ്പിക്കാൻ കഴിയും. എങ്ങനെയാ? ലോകമടക്കി ഭരിച്ചിരുന്നവരായിരുന്നു ബ്രിട്ടീഷുകാർ. ആ ബ്രിട്ടീഷുകാര് ഈ നാട്ടിൽ പള്ളികൾ നിരോധിച്ചു. പള്ളികൾ ഇനി ഉണ്ടാക്കാൻ പാടില്ല, മദ്രസകൾ ഇനി ഉണ്ടാക്കാൻ പാടില്ല, പൊളിഞ്ഞ മദ്രസകൾ പുനഃസ്ഥാപിക്കാൻ പാടില്ല, പൊളിഞ്ഞ പള്ളികൾ പുനഃസ്ഥാപിക്കാൻ പാടില്ല. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു. എന്നാണ് നിയമം കൊണ്ടുവന്നത് അറിയോ നിങ്ങൾക്ക്?
1921 അന്നിരൂപത്തൊന്നിൽ നമ്മള് ഇമ്മലയാളത്തില് ഒത്തുചേർന്ന് വെള്ളയോട് എതിർത്ത് നല്ല മട്ടില് നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റ് മുട്ടുവാൻ. നമ്മളുടെ കാശ് വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റ് മുട്ടുവാൻ. ഞാൻ ഈ പാട്ടിപ്പോ ഇങ്ങനെ പാടുമ്പോ ചില സ്ഥലത്തു നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ തലയാട്ടും. അവരെ പലരും വിചാരിക്കുന്നത് ഇത് കെസ് പാട്ടാണ്, നമ്മളെ മോയിൻകുട്ടി വൈദ്യർ എഴുതിയ കെസ് പാട്ടാണെന്ന്. അല്ല, 1921 100ാം വാർഷികം 2021 ഈ കേരളത്തിൽ നടത്തി, നമ്മൾ നടത്തി, ലീഗ് നടത്തി, ജമാഅത്ത് നടത്തി, SDPI നടത്തി. അവരും ഈ പാട്ടുപാടി. ജമാഅത്തും ലീഗും SDPI ഒക്കെ വിചാരിച്ചിരിക്കുന്നത് ഇത് മോയിൻകുട്ടി വൈദ്യർ എഴുതിയാന്ന്. അല്ല, ഇത് എഴുതിയത് കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന സഖാവാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇത് എഴുതിയതിനാണ് ബ്രിട്ടീഷുകാര് അയാളുടെ വിരലുകൾ അടിച്ച് തകർത്തത്, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഇത് പ്രസിദ്ധീകരിച്ചതിനാണ് CPM-ന്റെ മുഖപത്രമായ ദേശാഭിമാനി പത്രം ബ്രിട്ടീഷുകാർ നിരോധിച്ചത്. എന്താ 921 ഈയറ നാട്ടിലെ വള്ളുവ നാട്ടിലെ 10,000-കണക്കിന് വരുന്ന കർഷകരും കർഷക തൊഴിലാളികളും ജന്മിത്തത്തിനും മുതലാളിത്തത്തിനുമെതിരെ നടത്തിയ സമരം, സാമ്രാജ്യത്വത്തിനെതിരെ നടത്തിയ സമരം. ആ പാട്ടിന്റെ വരികൾ നോക്കുങ്ങൾ. നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ. വയലിൽ അധ്വാനിച്ച് നെല്ലുണ്ടാക്കുന്ന പാവപ്പെട്ട കർഷകനും കർഷക തൊഴിലാളിക്കും ആ നെല്ല് കിട്ടില്ല. അത് മുതലാളി ജന്മി പാട്ടമളന്നങ്ങ് കൊണ്ടുപോകും. നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏത് ഏറ്റുമുട്ടുവാൻ. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഈ നാടിനെ കച്ചവടം ചെയ്ത് ഈ നാട്ടിന്റെ പണം ഊറ്റിയെടുത്ത് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മൾ ഉണ്ടാക്കുന്ന കാശ് ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റ് മുട്ടുവാൻ. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെയും ആലി മുസ്ലിയാരുടെയും നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരനെതിരെ ഉജ്ജ്വലമായ പോരാട്ടം നടത്തി. ആ പോരാട്ടത്തെ കുറിച്ച് ലോകത്തോട് ബ്രിട്ടീഷുകാർ പറഞ്ഞാൽ എന്താ അറിയും? അതൊരു മാപ്പിള കലാപാണ്, മാപ്പിളാരുണ്ടാക്കിയ വർഗീയ കലാപാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. 1921 1906 ഉണ്ടാക്കിയ മുസ്ലിം ലീഗ് ഉണ്ട് ഈ നാട്ടില്. ലീഗ് ആ സമരത്തിന്റെ കൂടെ നിന്നില്ല. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും ആലി മുസ്ലിയാരും ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പാട്ടുപാടി ആളുകളെ ബ്രിട്ടീഷുകാരനെതിരെയുള്ള സമരത്തിന് വിളിച്ചപ്പോ അന്ന് ലീഗ് പാടിയൊരു പാട്ടുണ്ട്. പൊട്ടിപ്പുറം പുണ്ണാക്കുവാനുളരണ്ട, പോലീസുകാരുടെ തല്ലുകൊണ്ടിളിയണ്ട, ഒട്ടും സ്വയം ഭരണത്തിനായി ഞെളിയണ്ട, ഒരു കാലവും അത് തരുകില്ല മഹാരാജൻ. ബ്രിട്ടീഷുകാരനായ മഹാരാജാവ് ഒരിക്കലും സ്വാതന്ത്ര്യം തരില്ല. അതുകൊണ്ട് അതിനെതിരെ നിങ്ങൾ പോരാടാൻ പോകണ്ട. പോലീസുകാരുടെ തല്ലുകൊണ്ട് ഇളിയണ്ട, പൊട്ടിപ്പുറം പുണ്ണാക്കുവാൻ ഉളരണ്ട എന്നാണ് ലീഗ് പറഞ്ഞത്. പക്ഷേ 1921 ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മഹാനായ ലെനിൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പ്രത്യേകം ആളെ പറഞ്ഞയച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? ഇങ്ങ് തെക്കേ ഇന്ത്യയിലെ മലബാറിലെ കർഷകരും കർഷക തൊഴിലാളികളും ജന്മിത്തത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെ ആയുധമെടുത്ത് പോരാടി. എന്നിട്ട് അവരൊരു രാജ്യം ഉണ്ടാക്കി. ആ രാജ്യത്തിന്റെ പേര് മാപ്പിള നാടെന്നല്ല, മലയാള നാട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നമ്മളാണ്, ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. അന്ന് ബ്രിട്ടീഷുകാര് പള്ളി ഉണ്ടാക്കുന്നത് നിരോധിച്ചു, മദ്രസകൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് അവര് തിട്ടൂരം ചാർത്തി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിങ്ങൾ നോക്കി, ഈ പള്ളിയിലെ ബാങ്ക് വിളി നമ്മൾ കേട്ടല്ലോ. എങ്ങനെ? ഈ മലബാറിൽപ്പെട്ട പ്രദേശമാണല്ലോ താനൂര്. 1921 ആലി മുസ്ലിയാരെയും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും പോലെ ആ ചരിത്രത്തിൽ പേര് കേട്ട ഒരു മനുഷ്യൻ ജനിച്ചത് ഈ താനൂരാ. താനൂര് കുഞ്ഞിക്കാദർ, ആ സമരത്തിന്റെ ഉജ്ജ്വലനായ പോരാളി, ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിച്ച വാരിയംകുന്നത്തിന്റെ സായുധ പടക്ക് നേതൃത്വം നൽകിയ താനൂർക്കാരൻ കുഞ്ഞിക്കാദറിന്റെ മണ്ണായി മണ്ണ്. ഈ താനൂരിന്റെ മണ്ണിലടക്കം പള്ളികൾ ഉണ്ടാക്കാൻ പാടില്ല, മദ്രസകൾ ഉണ്ടാക്കാൻ പാടില്ല. ബ്രിട്ടീഷുകാരൻ നിരോധിച്ചു. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു. ആ കോൺഗ്രസ് ഇന്ത്യയിൽ നിയമം കൊണ്ടുവന്നോ പള്ളി ഉണ്ടാക്കാൻ, മദ്രസ ഉണ്ടാക്കാൻ? 1950 ഇന്ത്യ റിപ്പബ്ലിക്കായി, മദിരാശി ഗവൺമെന്റ് ഉണ്ടായി, കാമരാജ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി, ലീഗിന് 6 MLA-മാരുണ്ടായി. പി സാഹിബ്, സീതി സാഹിബ്, പോക്കർ സാഹിബ്, ചടയൻ സാഹിബ്, മറ്റേ സാഹിബ്, മറച്ചേ സാഹിബ്, 6 ആള്. എന്നാൽ ഈ മലബാറിൽ പള്ളി ഉണ്ടാക്കാനുള്ള നിയമം അവര് കൊണ്ടുവന്നില്ല. ഇതിനെങ്ങനെ ഈ പള്ളികളും മദ്രസകളും ഒക്കെ ഉണ്ടായത് നിങ്ങൾ അറിയണം. താനൂർ കുഞ്ഞിക്കാദറിന്റെ മണ്ണിൽ CPM-ന്റെ ജില്ലാ സമ്മേളനം നടക്കുമ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അറിയണം,
ഈ കേരളത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നിട്ടുള്ള ഗവൺമെന്റിന്റെ പേര് സഖാവ് EMSന്റെ ഗവൺമെന്റ്. 1957 ഏപ്രിൽ മാസം 5-ാം തീയതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് തിരുവനന്തപുരത്ത് EMS സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അദ്ദേഹത്തിന്റെ ജന്മനാടായ പട്ടാമ്പിക്കടുത്ത പുലാമന്തോളിൽ സഖാവ് EMSന് സ്വീകരണം. ആ സ്വീകരണം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഒരു പറ്റം മുസ്ലിങ്ങൾ EMSന് നിവേദനം കൊടുത്തു. അവര് പറഞ്ഞു, സഖാബേ, ഞങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ കഴിയുന്നില്ല, മദ്രസ ഉണ്ടാക്കാൻ കഴിയുന്നില്ല, പരിഹാരം ഉണ്ടാക്കണം. നിവേദനം വായിച്ചിട്ട് EMS പറഞ്ഞ മറുപടി എന്താ അറിയോ? വഖഫ് ചെയ്ത സ്വത്തും വയല് പറഞ്ഞ പണവും ഉണ്ടായിട്ടും പള്ളികൾ ഉണ്ടാക്കാൻ കഴിയാതെ മദിരാശി ഗവൺമെന്റിനെ കാണാൻ അവിടേക്ക് നടന്ന് ചെരുപ്പ് തേഞ്ഞ മുസൽമാനെ ഇനി മദിരാശിയിലേക്ക് ഞങ്ങൾ നടത്തിക്കില്ല, പരിഹാരം ഉണ്ടാക്കും എന്നാ പറയുന്നത്. 1957 ഏപ്രിൽ 25-ന്, അത് കഴിഞ്ഞൊരു മാസം കഴിഞ്ഞു മെയ് 25, അത് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞു, മെയ് അവസാനിച്ചു, ജൂൺ തുടങ്ങി. ജൂൺ മാസം 7-ാം തീയതി EMSന്റെ ഗവൺമെന്റ് ഉത്തരവിറക്കി പള്ളി ഉണ്ടാക്കാൻ, മദ്രസ ഉണ്ടാക്കാൻ. ഞാനിപ്പോ പ്രസംഗിച്ചു പോയാൽ ചിലപ്പോൾ നാസർ കൊളായി വന്ന് താനൂര് കടപ്പുറത്ത് ബടായി പറഞ്ഞു പോയി എന്ന് പറയും. അതുകൊണ്ട് ഇവിടെയുള്ള ഒരു സഖാവ് ഞാൻ പോകുമ്പോൾ എന്റെ കാറിന്റെ അടുത്തേക്ക് വരണം, ആ ഉത്തരവിന്റെ നമ്പറും അതിന്റെ കോപ്പിയും എന്റെ കാറിലുണ്ട്, നിങ്ങളൊന്ന് കാണിച്ചു കൊടുത്താൽ. ആരെങ്കിലും നാസർ കൊളായി ബടായി പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ഇല്ലേ, നിങ്ങൾ നോക്ക്, നമ്മളാ നിയമം കൊണ്ടുവന്ന് പള്ളി ഉണ്ടാക്കാൻ, മദ്രസ ഉണ്ടാക്കാൻ. അത് കഴിഞ്ഞ് 57 EMS ഗവൺമെന്റ് മലപ്പുറം നീർച്ച. കമ്മ്യൂണിസ്റ്റുകാരന് എന്ത് നീർച്ച? കമ്മ്യൂണിസ്റ്റുകാരന് നീർച്ചുണ്ടോ? എന്താ മലപ്പുറം നീർച്ച? ഞാനിപ്പോ ഇവിടേക്ക് വരുമ്പോ ഒരു അമ്പലത്തിലെ ഉത്സവം നടക്കാൻ പോകുന്നു. ആ അമ്പലത്തിലെ ഉത്സവത്തിന് ഇവിടെയുള്ള ഒരു മുസ്ലിം തറവാട്ടിൽ നിന്ന് വാള് കൊണ്ടുപോയി, ഇല്ലേ, വാള് കൊടുത്താലേ ഉത്സവം തുടങ്ങുള്ളൂ. ഞാനിപ്പോ കണ്ണൂര്, കാസർഗോഡൊക്കെ പോകുമ്പോ പല അമ്പലങ്ങളിലെ ഉത്സവം, പള്ളിയിലെ നേർച്ച, ഇത് രണ്ടും മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി. ഇവിടുന്ന് എണ്ണ അങ്ങോട്ട്, അവിടുന്ന് നെയ്യ് ഇങ്ങോട്ട്, അങ്ങനെ ജീവിച്ചതായി മണ്ണില്. ഹിന്ദു മുസ്ലിമും എല്ലാവരും വലിയ സൗഹൃദത്തിൽ ജീവിച്ച മണ്ണായത്. അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് മലപ്പുറം നേർച്ച നടക്കുന്നത്. അവിടെ ഹിന്ദു മുസ്ലിമും ഒക്കെ ഒരുമിച്ച് ചേർന്നാൽ അത് ബ്രിട്ടീഷുകാരനെതിരെയുള്ള ഒരുമിച്ച് ചേരലായിരിക്കുന്നു വിചാരിച്ച് ബ്രിട്ടീഷുകാരൻ നേർച്ച നിരോധിച്ചു. സ്വാതന്ത്ര്യം കിട്ടിയ ഈ ഇന്ത്യയിൽ കോൺഗ്രസോ ലീഗോ ആരെങ്കിലും നേർച്ച പുനഃസ്ഥാപിച്ചോ? ഇല്ല. ആ നേർച്ച പുനഃസ്ഥാപിച്ചത് ആരാണ്? കമ്മ്യൂണിസ്റ്റുകാര് മലപ്പുറം നേർച്ച പുനഃസ്ഥാപിച്ചു. ഇപ്പൊ നമ്മളോട് കമ്മ്യൂണിസ്റ്റുകാരോട് പറയാണ്, നിങ്ങൾ മലപ്പുറത്തെ കുറിച്ച് ഒന്നും പറയരുത്, മലപ്പുറത്തെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഹംസാക്ക ചോദിച്ചാൽ ഈ പറഞ്ഞവരെ മൂത്താപ്പന്റെ വകയാണോ ഈ മലപ്പുറം? അല്ല. പക്ഷെ നമുക്ക് പറയാ നമ്മളെ മൂത്താപ്പന്റെ വകയാണ്. എന്താ കാരണം? ഇപ്പൊ അൻവർ പറയും എന്റെ ബാപ്പയാണ് പിണറായി എന്ന് പറഞ്ഞില്ലേ, പിന്നെ പറഞ്ഞു അല്ല എന്റെ ബാപ്പയാണ് കോടിയേരി എന്ന് പറഞ്ഞു, പിന്നൊക്കെ തള്ളി പറഞ്ഞു. നമ്മുടെ ഇപ്പോഴത്തെ ആ അർത്ഥത്തിലുള്ള ബാപ്പയാരാണ്? പിണറായിയാണ്. പിണറായിയുടെ മൂത്താപ്പ എന്ന് പറഞ്ഞ ആരാണ്? പഴയ നേരത്തെയുള്ള മൂത്ത മന്ത്രിസഭ നടത്തിയ അതാരാണ്? സഖാബ് EMS. 1967 EMS ഉണ്ടാക്കിയതാണ്. ഈ നാടിന്റെ വികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുണ്ടാക്കിയതാണ് മലപ്പുറം ജില്ല. അന്നാണ് മുസ്ലിം പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് കൊടുത്തത്, ഇല്ലേ? അറബി ഉറുദു ഭാഷാധ്യാപകരെ നിയമിച്ചത് 57 EMS ഗവൺമെന്റ്. എന്താ പോരായികയുള്ളത് ഈ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക്? ഹജ്ജ് ഹൗസിന് തറക്കല്ലിട്ടത് പാലോളി, ഹജ്ജ് ഹൗസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പാലോളി. എന്താ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് പോരായികയുള്ളത്? ഇല്ലേ? ഞാൻ അവസാനിപ്പിക്കാം, മറ്റു കാര്യങ്ങളിലേക്കൊന്നും വളരെ വൈകിയ ഈ സന്ധ്യാ നേരത്ത് കടന്നു പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് വളരെ വിനീതമായി എന്നെ കേൾക്കുന്ന, ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, എന്നെ കേൾക്കുന്ന ഈ പ്രദേശത്തുള്ളവരോട് പറയാനുള്ളത്, രാജ്യം വളരെ അപകടത്തിലേക്ക് പോവുകയാണ്. ഹിന്ദു വർഗീയത ഒരു ഭാഗത്ത്, മുസ്ലിം വർഗീയത ഒരു ഭാഗത്ത്, ക്രിസ്ത്യൻ വർഗീയത ഒരു ഭാഗത്ത്. ആ വർഗീയതകളൊക്കെ വളർന്നു വന്നാൽ ഈ നാട്ടിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മളൊക്കെ അങ്ങ് ജീവിച്ച് കഴിഞ്ഞു പോകും. ഈ ഇരിക്കുന്ന പുതിയ തലമുറയിലുള്ള കുട്ടികളുണ്ടല്ലോ, നമ്മുടെ കുട്ടികൾ ഈ നാട്ടിൽ വളരണ്ടേ? അവർക്ക് വളരെ സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, സമാധാനപരമായ അന്തരീക്ഷത്തിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കണ്ടേ? അങ്ങനെ ജീവിക്കണമെങ്കിൽ ഈ നാട്ടിൽ നിലനിൽക്കേണ്ടത് മതേതരത്വമാണ്. അതിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. ആ മതേതരത്തിന് വെല്ലുവിളി ഉയർത്തുമ്പോ അങ്ങനെ അനുവദിക്കില്ല എന്ന് പറയാൻ ഒരു ശക്തി വേണം. ഈ കേരളത്തിൽ നടന്നിട്ടുള്ള വലിയൊരു വർഗീയ കലാപമാണ് 1971 തലശ്ശേരി വർഗീയ കലാപം. RSSകാരുണ്ടാക്കിയിട്ടുള്ള വർഗീയ കലാപം. ആ വർഗീയ കലാപത്തിൽ മുസ്ലിം പള്ളികൾ ആക്രമിക്കാൻ RSSകാർ ആയുധമെടുത്ത് വന്നപ്പോ അതിനെ തടുത്തു നിർത്തിയ മനുഷ്യന്റെ പേര് പിണറായി വിജയൻ. വസൂരി രോഗം പിടിപെട്ട് വീട്ടിൽ കിടക്കുക, മാരകമായ അസുഖം. അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടേ ഉള്ളൂ, ആരോഗ്യം പൂർണ്ണമായിട്ടില്ല. അദ്ദേഹം ഒറ്റക്കറങ്ങി തലശ്ശേരിയുടെ മണ്ണിലേക്ക്. എന്നിട്ട് പറഞ്ഞു കലാപകാരികളോട് അരുതേ എന്ന് പറഞ്ഞു. മുരുവമ്പായി എന്ന് പറയുന്ന പ്രദേശത്ത് ഞാനിപ്പോ ഈ ജനുവരി 4 അവിടെ പോവാ. ജനുവരി മാസം 4-ാം തീയതി 1972 ജനുവരി 4-ന് ആ തലശ്ശേരിക്കടുത്ത മുരുവമ്പായിലെ പള്ളി ആക്രമിക്കാൻ RSSകാർ വന്നപ്പോ അതിനെ പ്രതിരോധിച്ചതിന്റെ പേരിൽ മരിച്ചു വീണത് ഒരു മുസ്ലിം അല്ല, അയാളുടെ പേര് കുഞ്ഞിരാമൻ. ആരാ പള്ളി ആക്രമിക്കാൻ വരുന്നത്? RSS.
RSS ഹിന്ദുരാജ്യം ഉണ്ടാക്കണമെന്ന് പറയുന്നവർ, ആ ഹിന്ദുരാജ്യം ഉണ്ടാക്കണമെന്ന് പറയുന്നവർ മുസ്ലിം പള്ളി ആക്രമിക്കാൻ വരുമ്പോ അതിന് കാവൽ നിന്ന മനുഷ്യൻ ജന്മം കൊണ്ട് ഹിന്ദുവാണ്, പക്ഷെ കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരൻ അതിനെ പ്രതിരോധിച്ചു. അതുകൊണ്ട് ആ കുഞ്ഞിരാമൻ കൊല ചെയ്യപ്പെട്ടത്. അങ്ങനെ പ്രതിരോധിക്കാൻ കഴിയണം. ഒരു മനുഷ്യരെ ആക്രമിക്കാൻ വരുമ്പോ, മതത്തിന്റെ പേരിൽ തമ്മിലടിക്കാൻ വരുമ്പോ അരുതേ എന്ന് പറയാൻ മതേതര വിശ്വാസികൾക്ക് സാധിക്കൂ. അതുകൊണ്ടാണ് CPM പറയുന്നത് മതേതരത്വം നമ്മുടെ നാട്ടില് നിലനിൽക്കണം, ഇല്ലേ? അതിന് വളരെ അപകടകരമായ ഒരു അന്തരീക്ഷത്തിലൂടെ നമ്മുടെ നാട് കടന്നു പോവുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ചരിത്രമുറങ്ങുന്ന താനൂരിന്റെ കടപ്പുറത്ത് കുഞ്ഞിക്കാതിറിന്റെ മണ്ണിൽ 921 ബ്രിട്ടീഷുകാരനെതിരെ പൊരുതി മരിച്ച ധീര രക്തസാക്ഷി കുഞ്ഞിക്കാതിറിന്റെ മണ്ണിൽ CPM-ന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം നടക്കാൻ പോകുമ്പോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും ആ സമ്മേളനത്തിൽ ഉണ്ടാകണം എന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം.